അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആള് കൂടുന്ന സ്ഥലത്തൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. വലിയ സമ്മേളന നഗരിയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റുകൾ, അറിയിപ്പുകൾ സ്റ്റേജിൽ നിന്നൊക്കെ വരാറുണ്ട്. വാഹനം നീക്കി കൊടുക്കണം, ഇന്ന ആൾ കടന്നു വരുന്നുണ്ട്, അയാൾക്ക് വഴി കൊടുക്കണം എന്നൊക്കെ പല പല അറിയിപ്പുകളും വരാറുണ്ട്. എന്നാൽ കോടാനുകോടി ആളുകൾ സംഗമിക്കുന്നൊരു സംഗമ ഭൂമിയാണല്ലോ പരലോകം എന്ന് പറഞ്ഞത്. ആ സ്ഥലത്ത് അത്രയും ആളുകൾ സംഗമിക്കുമ്പോൾ ഒരുപാട് അനൗൺസ്മെൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ അനൗൺസ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് എന്താണെന്നറിയോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അനൗൺസ്മെൻറ്റിൽ തന്നെ നമുക്ക് ഒരറിയിപ്പ് കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. ആ അനൗൺസ്മെൻറ്റ് നമ്മോട് കൂടിയുള്ളതാണെങ്കിൽ നമ്മൾ വിജയികളിൽപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, ഇതാണത്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. രാത്രി തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എവിടെയാണ്? അവരുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് അനൗൺസ്മെൻ്റ് അതാ. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ ലോകം ശാന്തഗംഭീരമായ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ, സുഖസുന്ദരമായി മയങ്ങുമ്പോൾ, കിടന്നുറങ്ങുമ്പോൾ എന്നെ ഓർത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ, അവർ വരൂ, വെൽക്കം, മർഹബൻ, കമോൺ. അവരെയാണ് അല്ലാഹു തആല ആദ്യം അഭിസംബോധന ചെയ്യുന്നത്. അവരോട് പറയും, നിങ്ങൾക്ക് വിചാരണമൊന്നുമില്ല, നേരെ സ്വർഗത്തിലേക്ക് പോവാം. നമ്മുടെ പള്ളികളിലൊക്കെ ബദരീങ്ങളുടെ ആണ്ടൊക്കെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഉളിയത്തിൻ്റെ മാംസമൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് ചില പള്ളികളിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാവും. സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുകയൊക്കെ. ഇപ്പോൾ ബദരീങ്ങളുടെ ആണ്ടിന് ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുമ്പോൾ ആദ്യം ടോക്കൺ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോക്കൺ അവരെ ആദ്യം വിളിക്കുക. അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ പല ഭാഗത്തു നിന്നും വന്ന ആളുകളുണ്ടാവും, മഹലിൻ്റെ പരിധിയിൽ വിടാത്ത ആളുകളൊക്കെ, അവർക്ക് കൊടുക്കും. അവർക്കൊരു പക്ഷേ കിട്ടും, അതിൻ്റെ മുമ്പ് തീർന്നു പോയാൽ ഇപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ആദ്യം ടോക്കൺ കിട്ടിയ ആളുകൾക്ക് അവർക്കെല്ലാവർക്കും വിതരണം ചെയ്യും. അവരുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടേ മറ്റുള്ളവർക്ക് നൽകുകയുള്ളൂ. എന്നാൽ പരലോകത്ത് ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ വിളിക്കുന്നത് ഇവരെയാണ്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എവിടെ? ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള നിധിയാണ് പ്രിയമുള്ളവരെ. കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബല വസ്തക്സിറന്ന മിനൽ കുനൂസിൽ ഫാഖത്തി. അതുകൊണ്ട് ആ നിധി പരമാവധി നീ സമാഹരിച്ചോ, സംഭരിച്ചോ. വേറെ അനൗൺസ്മെൻ്റ് ഉണ്ട്. അതിനൽ മുത്തഹബ്ബൂന ഫിയ്യ. എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾ എവിടെ പോയി? എനിക്ക് വേണ്ടി സ്നേഹിച്ച ആളുകൾ, നമ്മൾ പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലേ? അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ആളുകളെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, താങ്ങും തണലുമായിട്ട് അവരോട് സഹകരിച്ചുകൊണ്ട്, അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ച സ്നേഹിതന്മാർ അവരെവിടെ? അൽ യൗമ ഉദില്ലുഹും യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹും. ഇന്ന് ഞാൻ അവർക്ക് തണൽ കൊടുക്കും, മറ്റൊരാളുടെയും തണലില്ലാത്ത ഒരു ദിവസമാണിന്ന്. ഇന്ന് ഞാൻ അവർക്ക് തണൽ നൽകി അനുഗ്രഹിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന സമയമാണത്. അപ്പോൾ നമുക്ക് എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ കഴിയണം. പ്രത്യേകിച്ച് ആലിമീങ്ങളോട്, സാദാത്യങ്ങളോടൊക്കെ, പണ്ഡിതന്മാരോടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും. ആ ബന്ധം പരലോകത്ത് ഫസ്റ്റ് അനൗൺസ്മെൻറ്റിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മാന വൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വതളറു ബിസ്സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുളല. ഹൃദയത്തിൻ്റെ ഔഷധം 5 എണ്ണം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, വഖിയാമു ലൈലിൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, വതളറു ബിസ്സഹർ
സമയത്ത് പ്രാർത്ഥിക്കുക. അതേ പ്രകാരം തന്നെ മുജാലസാത്തു സ്വാലീനൽ ഫുള്ളല, സ്വാലീങ്ങളുമായിട്ടുള്ള സഹവാസം, ബന്ധം, അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇങ്ങനെ പരലോകത്തുള്ള അനൗൺസ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പ്രതിപാദിക്കുന്ന അനൗൺസ്മെൻ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുവാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീം.